ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്കിതയ്ക്ക് നല്ല സങ്കടമുണ്ട് ഒരു കുട്ടി ഉണ്ടാവാത്തതിൽ. അത് മുകുന്ദനോട് പറയുന്നുമുണ്ട്. നമുക്ക് മാത്രം എന്താ ദൈവം ഒരു കുഞ്ഞിനെ പോലും തരാത്ത, എത്രയോ പേർക്ക് വേണ്ടാത്ത കുഞ്ഞുങ്ങളെ കൊടുക്കുന്നു. ആ കുഞ്ഞുങ്ങളെയെല്ലാം അവർ കൊല്ലുന്നില്ലേ? മുകുന്ദൻ പറയും, നമുക്ക് മാത്രമല്ലടോ, കുട്ടികളില്ലാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. വീണ്ടും ഒരു സംസാരത്തിന് നിൽക്കാതെ അവർ കിടന്നുറങ്ങും. പിറ്റേന്ന് വൈകുന്നേരം തന്നെ മുകുന്ദനും അങ്കിതയും കൂടി കൃഷ്ണയുടെ വീട്ടിലെത്തും. ഇന്നലെ അടിച്ചതിൻ്റെ ബാക്കി അടിക്കാൻ മുകുന്ദനും പ്രതാപനും കൂടി പോകുമ്പം കൃഷ്ണയും അങ്കിതയും കൂടി അടുക്കളയിലേക്ക് പോകും. ചായയൊക്കെ എടുക്കുന്നതിനിടെ കൃഷ്ണ ചോദിക്കുന്നുണ്ട്, ഇന്നലെ ഞാൻ പറഞ്ഞ കാര്യം മുകുന്ദേട്ടനോട് സംസാരിച്ചോ എന്ന്. അങ്കിത പറയും, ഞാൻ പറഞ്ഞു, പക്ഷെ മുകുന്ദൻ അതിന് തീരെ താല്പര്യമില്ല. സറോഗസി വഴി കുഞ്ഞുണ്ടായാലും ഞാൻ അതിൻ്റെ അമ്മയാവുന്നില്ലല്ലോ, വേറൊരു സ്ത്രീയല്ലേ പ്രസവിക്കുന്നത്. മുകുന്ദൻ മാത്രമായിരിക്കും അതിൻ്റെ അച്ഛൻ. പക്ഷേ ഇനി ചേച്ചിക്ക് അതിനെക്കൊണ്ട് സാധിക്കില്ലല്ലോ. വേറൊരു സ്ത്രീ പ്രസവിച്ചാലല്ലേ ശരിയാവൂ. എല്ലാം തികഞ്ഞ് ഒരു കുഞ്ഞിനെ കിട്ടണമായിരുന്നെങ്കിൽ ചേച്ചി തന്നെ പ്രസവിക്കണമായിരുന്നു. അതിന് സാധിച്ചില്ലല്ലോ. പെട്ടെന്ന് തന്നെ അങ്കിതയുടെ മുഖമൊക്കെ മാറും. പറഞ്ഞു കഴിഞ്ഞാണ് കൃഷ്ണയ്ക്ക് താൻ പറഞ്ഞു പോയതിലെ അബദ്ധം മനസ്സിലാവുന്നത്. കൃഷ്ണയും വല്ലാതെയാകും. അങ്കിത എവിടുന്ന് പോകാൻ തുടങ്ങുമ്പോൾ കൃഷ്ണ പറയുന്നുണ്ട്, ചേച്ചി സോറി, ഞാൻ മനഃപൂർവ്വം പറഞ്ഞതല്ല, വായിന്ന് വന്ന പോലെ പറഞ്ഞതേ ഉള്ളൂ. രാത്രിയിൽ അങ്കിത ആകെ വിഷമിച്ചിരിക്കുന്നുണ്ട്. മുകുന്ദൻ കാര്യം തിരക്കുന്നുണ്ട്. അങ്കിത പറയും, നമുക്ക് ആ സറോഗസി തന്നെ നോക്കിയാലോ എന്ന്. മുകുന്ദൻ ചോദിക്കും, എന്താടോ കൃഷ്ണ വീണ്ടും തൻ്റെ മനസ്സിളക്കിയോ? അങ്കിത പറയും, അതല്ല മുകുന്ദ്, നമുക്കൊരു കുട്ടിയെ വേണം. ഇനി എന്താണേലും എനിക്കൊരു കുഞ്ഞിന് ജന്മം നൽകാൻ കഴിയില്ല. മുകുന്ദൻ അതിനുള്ള ഭാഗ്യമുണ്ടെങ്കിൽ ഞാനായിട്ട് അത് ഇല്ലാതാക്കേണ്ട ആവശ്യമില്ലല്ലോ. മുകുന്ദൻ പറയും, പക്ഷേ ആ കുഞ്ഞ് എൻ്റെ മാത്രമായിരിക്കും. തനിക്ക് ആ കുഞ്ഞിൻ്റെ മേലെ യാതൊരു അവകാശവും കാണില്ല. എൻ്റെ കുഞ്ഞിനെ തനിക്ക് സ്നേഹിക്കാൻ കഴിയുമോ? അങ്കിത പറയും, ഞാൻ മുകുന്ദൻ്റെ ആരും അല്ലായിരുന്നല്ലോ. ആരും അല്ലാത്ത എന്നെ മുകുന്ദനെ സ്നേഹിക്കാൻ കഴിയുമെങ്കിൽ മുകുന്ദൻ്റെ കുഞ്ഞിനെ എന്തുകൊണ്ട് എനിക്ക് സ്നേഹിച്ചൂടാ? പ്രസവിക്കാൻ വേണ്ടി നമ്മൾ ഒരു സ്ത്രീയെ ഏർപ്പാട് ചെയ്യുക. അവരുടെ ആ ജോലി കഴിയുമ്പം പൈസ കൊടുത്തു കഴിഞ്ഞാൽ അവരങ്ങ് പൊക്കോളും. പിന്നെ ആ കുഞ്ഞിൻ്റെ അമ്മ ഞാനായിരിക്കും. മുകുന്ദൻ ചോദിക്കും, താൻ നല്ലപോലെ ആലോചിച്ചിട്ടാണോ ഇങ്ങനെയൊക്കെ പറയുന്നത്? അതെന്ന് തന്നെ അങ്കിത പറയും. പിറ്റേന്ന് തന്നെ അങ്കിത കൃഷ്ണയെ ഫോൺ ചെയ്യുന്നുണ്ട്. കൃഷ്ണ ചോദിക്കും, ഇന്ന് നിങ്ങൾ ഇങ്ങോട്ട് ഇറങ്ങുന്നുണ്ടോ എന്ന്. അങ്കിത പറയും, ഇന്നില്ല, നാളെ വൈകുന്നേരം ഇറങ്ങാമെന്ന്. കൃഷ്ണ പറയും, നാളെ വൈകുന്നേരം ഞങ്ങൾ ഇവിടെ കാണത്തില്ല. ഞങ്ങൾ കല്യാണം വിളിക്കാൻ വേണ്ടി തൊടുപുഴ വരെ പോവാ. നിങ്ങൾ വരുന്നു എന്ന് ചോദിക്കും. ആരൊക്കെ ഉണ്ടെന്ന് അങ്കിത ചോദിക്കുമ്പോൾ കൃഷ്ണ പറയും, ഞാനും പ്രതാപേട്ടൻ്റെ അമ്മയും ചേട്ടനുമാണ്. അങ്കിത പറയും, എന്നാൽ പിന്നെ നിങ്ങൾ ജോളിയായി പോയിട്ട് വാ, ഞങ്ങൾ വരുന്നില്ല. പിന്നെ ആ സറോഗസിയുടെ കാര്യം ഞങ്ങൾ ഡിസ്കസ് ചെയ്തു കേട്ടോ. ഞങ്ങൾക്ക് രണ്ടാൾക്കും സമ്മതമാണ്. അത് കേൾക്കുമ്പോൾ തന്നെ കൃഷ്ണയ്ക്കും സന്തോഷമാകും. മുകുന്ദേട്ടൻ നിർബന്ധിച്ചിട്ടാണോ എന്ന് ചോദിക്കുമ്പോൾ അങ്കിത പറയും, അല്ല, ഞാനാ മുകുന്ദനെ നിർബന്ധിച്ചത്. എനിക്കൊരു ഈഗോ ഉണ്ടായിരുന്നു. മുകുന്ദൻ്റെ കുഞ്ഞിനെ ഞാൻ തന്നെ പ്രസവിക്കണമെന്നും വളർത്തണമെന്നും. പക്ഷേ എനിക്കതിന് ഒരിക്കലും സാധിക്കില്ല. എനിക്കൊരു കുഞ്ഞുണ്ടാവില്ലെന്ന് അറിഞ്ഞിട്ടും മുകുന്ദൻ എന്നെ കൈവിട്ടിട്ടില്ല. ഞാൻ ആരാ, ഒരു മറാത്തി പെണ്ണ്. ഒന്നുമില്ലാതെ വന്നിട്ട് മുകുന്ദൻ എന്നെ സ്വീകരിച്ചു. കൃഷ്ണ പറയും, എനിക്കതൊക്കെ അറിയാലോ ചേച്ചിന്ന്. അങ്കിത പറയും, അങ്ങനെയുള്ളപ്പം ഞാൻ എന്തിനാ ഇതിന് തടസ്സം നിൽക്കുന്നത്? മുകുന്ദന്റെ കുഞ്ഞെന്ന് പറഞ്ഞാൽ എൻ്റെ കുഞ്ഞ് തന്നെയല്ലേ. മുകുന്ദ സ്ത്രീയുമായി സെക്സ് ചെയ്യുന്നില്ല, ടച്ച് ചെയ്യുന്നില്ല, എന്തിന് കാണുന്ന പോലും ഇല്ല. വാടകയ്ക്കൊരു ഗർഭപാത്രം കണ്ടെത്തി അതിൽ മുകുന്ദൻ ഒരു കുഞ്ഞുണ്ടായ ആ കുഞ്ഞിനെ ഞാൻ അമ്മയെപ്പോലെ സ്നേഹിക്കും. കൃഷ്ണ ഉത്സാഹത്തോടെ ചോദിക്കും, ചേച്ചി ഒരു കാര്യം ചെയ്യുവോ? മുകുന്ദേട്ടനെയും കൂട്ടി ഇന്ന് വൈകുന്നേരം ഇങ്ങോട്ട് വരാവോ? നമുക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ചിരുന്ന് ഡിസ്കസ് ചെയ്യാം. അങ്കിത അത് സമ്മതിക്കും. അങ്ങനെ ഫോൺ കട്ട് ചെയ്യും. വൈകുന്നേരം എല്ലാവരും കൂടി കൃഷ്ണയുടെ വീട്ടിൽ ഒത്തുകൂടുന്നുണ്ട്. എങ്ങനെയുള്ള പെൺകുട്ടിയെ തിരഞ്ഞെടുക്കണമെന്ന് ചോദിക്കുമ്പോൾ മുകുന്ദൻ പറയുന്നുണ്ട്, ഒരുപാട് പ്രായമൊന്നും വേണ്ട, ഒരു 30-35 വയസ്സ്. അങ്ങനെയാണെങ്കിലേ ആരോഗ്യമുള്ളൊരു കുഞ്ഞിന് ജന്മം നൽകാൻ കഴിയത്തുള്ളൂ. പ്രതാപൻ ചോദിക്കും, ഒരു 25 വയസ്സായാലോ? മുകുന്ദൻ പറയും, അങ്ങനെയാണെങ്കിൽ ഏറ്റവും നല്ലത്. അങ്കിത പറയും, ദരിദ്രവാസിയൊന്നും ആവരുത്, വിദ്യാഭ്യാസമൊക്കെയുള്ള നല്ലൊരു പെൺകുട്ടിയായിരിക്കണം. പ്രതാപൻ പറയും, അങ്ങനെയൊക്കെയുള്ള ഒരാൾ ഇങ്ങനെ ഒരു കാര്യത്തിന് തയ്യാറാവുമെന്ന് തോന്നുന്നുണ്ടോ? കൃഷ്ണ അതുതന്നെയാണ് പറയുന്നത്. നല്ല കുടുംബത്തിൽ ജനിച്ച് വിവരവും വിദ്യാഭ്യാസവും സൗന്ദര്യവും ഒക്കെ ഉള്ളൊരു പെൺകുട്ടി ഇതിന് തയ്യാറാവുമോ? പ്രതാപൻ പറയും, കൂടുതൽ ഡിമാൻഡ്സ് വെച്ചാൽ ഒന്നും നടക്കില്ല, നമുക്ക് നോക്കി എന്താന്ന് വെച്ചാൽ ചെയ്യാം. അങ്കിത പറയും, എന്താണെങ്കിലും നല്ല കുടുംബത്തിൽ ജനിച്ചൊരു കുട്ടിയായിരിക്കണം. മുകുന്ദൻ പറയുന്നുണ്ട്, നിറവും വേണം, സൗന്ദര്യവും വേണം. അതെന്തിനാ? മുകുന്ദൻ അവളെ ടച്ച് പോലും ചെയ്യുന്നില്ലല്ലോ എന്ന് അങ്കിത ചോദിക്കുമ്പോൾ മുകുന്ദൻ പറയുന്നുണ്ട്, പെൺകുഞ്ഞാണെങ്കിൽ അമ്മയുടെ സൗന്ദര്യമല്ലേ കിട്ടുന്നത്, അപ്പോൾ നല്ല സൗന്ദര്യം ഉണ്ടാവണം. പിന്നെ നിറം, നമ്മളുടെ കുഞ്ഞാന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തുമ്പം ആൾക്കാർ വിശ്വസിക്കണ്ടേ? കൃഷ്ണ പറയും, നമുക്ക് മിഡിൽ ക്ലാസ് പെൺകുട്ടികളെ നോക്കാം, എത്ര കൊടുക്കും പ്രതിഫലം? മുകുന്ദൻ പറയും, നമുക്ക് ഇഷ്ടപ്പെട്ട കുട്ടിയാണെങ്കിൽ 15 മുതൽ 20 ലക്ഷം വരെ കൊടുക്കാം. കൃഷ്ണ ചോദിക്കും, അത്രയും വേണോ? അതിത്തിരി കൂടിപ്പോയില്ലേ? പ്രതാപൻ പറയും, നെഗോഷ്യബിൾ ആണ്, പെണ്ണിന്റെ ക്വാളിറ്റി അനുസരിച്ച് കൂടുകയോ കുറയോ ചെയ്യാം. അത് ശരിയാന്ന് മുകുന്ദനും പറയും. കൃഷ്ണ പറഞ്ഞതുപോലെ നമുക്ക് നല്ല ഹോംവർക്കും പ്ലാനിങ്ങും വേണ്ടി വരും, ഇല്ലെങ്കിൽ ഒന്നും നടക്കില്ല. നമ്മുടെ പ്രധാനപ്പെട്ട നായികയായ മീനാക്ഷിയുടെ വീട്ടിലെ കല്യാണം വിളിക്കാൻ
പ്രതാപനും കല്യാണിയമ്മയും കൂടെ ചെല്ലുന്നുണ്ട്. മീനാക്ഷിയുടെ അച്ഛൻ തുളസി മീനാക്ഷി ടെക്സ്റ്റൈൽസ് എന്ന് പറഞ്ഞ ഒരു തുണിക്കട നടത്തുന്നുണ്ട്. അവരുടെ മൂത്ത മകൻ മഹേഷ് തുണിക്കടയിൽ തന്നെ നിൽക്കുകയാണ്. മീനാക്ഷിക്ക് ഒരു അനിയത്തിയും കൂടിയുണ്ട്. താഴെ ടെക്സ്റ്റൈൽസും അതിൻ്റെ മുകളിലാണ് ഇവർ താമസവും. മീനാക്ഷിയുടെ വീട്ടിലെ എല്ലാവരെയും കല്യാണം വിളിക്കുന്നുണ്ട്. വിശേഷമൊക്കെ തിരക്കിയിട്ടാണ് അവരവിടെ നിന്ന് ഇറങ്ങുന്നത്. മീനാക്ഷിയുടെ അനിയത്തി പ്രീ ഡിഗ്രി കഴിഞ്ഞ് നിൽക്കുകയാണ്. മെഡിസിന് ചേരാനാണ് താല്പര്യം. മീനാക്ഷി ഡിഗ്രി കഴിഞ്ഞ് നിൽക്കുകയാണ്. ബി എഡിന് ചേരാനും താല്പര്യമുണ്ട്. മീനാക്ഷിക്ക് കല്യാണം ഒന്നും നോക്കുന്നില്ലെന്ന് കല്യാണിയമ്മ ചോദിക്കുമ്പം മീനാക്ഷിയുടെ അച്ഛൻ തുളസി പറയുന്നുണ്ട്, ഒരാലോചന വന്നിട്ടുണ്ട്, പക്ഷേ ബി എഡ് കഴിഞ്ഞിട്ട് വേണോ നേരത്തെ വേണോ എന്നാണ് ഞങ്ങൾ ആലോചിക്കുന്നതെന്ന്. കല്യാണിയമ്മ പറയും, ഇന്നത്തെ കാലത്ത് എല്ലാം കുട്ടികളുടെ ഇഷ്ടമല്ലേ എന്ന്. മഹേഷ് ടെക്സ്റ്റൈൽസിൽ തന്നെയാണ്. അത്യാവശ്യം വലിയ ടെക്സ്റ്റൈൽസ് ആണ്. താഴെ വന്ന് മഹേഷിനെയും കണ്ട് കല്യാണം വിളിച്ചിട്ടാണ് അവർ പോകുന്നത്. മഹേഷിനോട് കല്യാണക്കാരും ചോദിക്കുമ്പോൾ മഹേഷ് പറയുന്നുണ്ട്, ആദ്യം ടെക്സ്റ്റൈൽസൊക്കെ ഒന്ന് പച്ച പിടിക്കട്ടെ, എന്നിട്ട് കല്യാണത്തിനെ കുറിച്ചൊക്കെ ആലോചിക്കാന്ന്. അവരുടെ കൂടെ ഡ്രൈവർ ചന്ദ്രമോഹനും ഉണ്ടായിരുന്നു. അങ്കിത മുകുന്ദനോട് ചോദിക്കുന്നുണ്ട്, നമ്മൾ എത്ര ദിവസം പൂനെയിൽ കാണുമെന്ന്. മുകുന്ദൻ പറയും, 4 അല്ലെങ്കിൽ 5 ദിവസം. കല്യാണത്തിന് മുമ്പ് നമുക്ക് തിരിച്ചു വരാം. അങ്കിത പറയും, അങ്ങനെയാണെങ്കിൽ നമുക്ക് അധിക ദിവസം കിട്ടില്ലല്ലോ, എൻ്റെ റിലേറ്റീവ്സ് എല്ലാം അവിടെയല്ലേ, എനിക്ക് എല്ലാവരെയും പോയി കാണണമെന്ന് ആഗ്രഹമുണ്ട്. മുകുന്ദനാണെങ്കിൽ എപ്പം വേണേലും ഇവിടെ വരാമല്ലോ, എനിക്ക് അതുപോലെ പൂനെ പോകാൻ പറ്റുമോ? ഇതുപോലെ വല്ലപ്പോഴും അല്ലേ പോകാൻ പറ്റൂ. എൻ്റെ പേരൻസിനാണെങ്കിൽ പരാതിയാ, എന്നെ കാണാൻ പോലും കിട്ടുന്നില്ല എന്ന് പറഞ്ഞ്. മുകുന്ദൻ പറയും, അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഈ ഞായറാഴ്ച തന്നെ നമുക്ക് പോയേക്കാം. ഏജൻസി വിളിച്ച് ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പറയാം. അങ്കിതയ്ക്ക് സന്തോഷമാകും. ആ സമയമാണ് പ്രതാപൻ്റെയൊക്കെ ഡ്രൈവറായ ചന്ദ്രമോഹൻ അങ്ങോട്ട് വരുന്നത്. ചന്ദ്രമോഹനെ മുകുന്ദൻ അകത്തേക്ക് വിളിച്ചിരുത്തുന്നുണ്ട്. എന്താടോ കാര്യം എന്നൊക്കെ ചോദിച്ച്. ചന്ദ്രമോഹൻ പറയുന്നുണ്ട്, സറോഗസിക്ക് ആളെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞ് നമ്മൾ പത്രത്തിൽ പരസ്യം കൊടുത്തില്ലേ, ആ ന്യൂസ് പേപ്പർ കാണിക്കാൻ വന്നതാണ്. ആ ന്യൂസ് പേപ്പറിൽ ആ ഭാഗം മാർക്ക് ചെയ്ത് മുകുന്ദൻ്റെ നേരെ നീട്ടുന്നുണ്ട്. അതിലെഴുതിയിട്ടുണ്ട്, സറോഗസിക്ക് യുവതിയെ ആവശ്യമുണ്ട്. മുകുന്ദൻ പറയും, കൊള്ളാം, പക്ഷേ ഈ സറോഗസി എന്നൊക്കെ പറഞ്ഞാൽ ആൾക്കാർക്ക് മനസ്സിലാവുമോ? അയാൾ പറയും, അതുകൊണ്ട് താഴെ ഡീറ്റെയിൽ ആയിട്ട് എഴുതിയിട്ടുണ്ടെന്ന്. ആ ന്യൂസ് ഇങ്ങനെയാണ്, സറോഗസിക്ക് യുവതിയെ ആവശ്യമുണ്ട്, കുഞ്ഞിനെ ഗർഭം ധരിച്ച് പ്രസവിച്ചു കൊടുക്കാൻ തയ്യാറായിട്ടുള്ള യുവതിയെ ആവശ്യമുണ്ട്. ഇങ്ങനെ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് 10 ലക്ഷം രൂപയും പ്രസവം വരെയുള്ള സകല ചെലവുകളും വഹിക്കുന്നതായിരിക്കും എന്നും പറഞ്ഞ് നമ്പരും കൊടുത്തിട്ടുണ്ട്. മുകുന്ദൻ പറയും, ഇത് മതി. അങ്ങനെ കാണിച്ചാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. മീനാക്ഷിയുടെ കുടുംബമായിട്ട് പ്രതാപൻ്റെ കുടുംബത്തിനുള്ള ബന്ധം എന്താണെന്ന് പറയുന്നില്ല.